ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരമായ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തെ പൂർണ്ണമായും തകർക്കുകയാണ്. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നും ഇസ്രയേൽ യമൻ തലസ്ഥാനമായ സനയിൽ നടത്തിയ കനത്ത വ്യോമാക്രമണം മേഖലയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചു. ഈ സൈനിക നീക്കങ്ങൾ യുദ്ധത്തിന്റെ നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്നതോടൊപ്പം സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കനത്ത ഭീഷണി ഉയർത്തുന്നു. ഈ സംഘർഷത്തിന്റെ പ്രധാന വശങ്ങളും അതിന്റെ രാഷ്ട്രീയവും മാനുഷികവുമായ പ്രത്യാഘാതങ്ങളും വിശദമായി തന്നെ വിശകലനം ചെയ്യണം. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഹൂതികളെ ലക്ഷ്യമിട്ടാണെന്നാണ് ഇസ്രയേൽ സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷെ ആക്രമണങ്ങളുടെ സ്വഭാവം ഈ വാദങ്ങളെ ചോദ്യം ചെയ്തു. ആക്രമണങ്ങൾ നടന്നത് പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളായ പ്രസിഡൻഷ്യൽ കൊട്ടാരം, പവർ സ്റ്റേഷൻ, ഇന്ധന വിതരണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക പൊതു ഇടങ്ങളിലായിരുന്നു. ഹൂതി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരമനുസരിച്ച് ഈ ആക്രമണങ്ങളിൽ നിരപരാധികളായ 6 യമൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 86 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ പ്രതിരോധം എന്ന പേരിൽ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ഒരു ചെറിയ പ്രകോപനത്തിന് പോലും വലിയ തിരിച്ചടി നൽകാൻ തങ്ങൾ മടിക്കില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ നിലപാടിന്റെ പ്രതിഫലനമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണത്തെ ഒരു സന്ദേശമായാണ് വിശേഷിപ്പിച്ചത്. നമ്മെ ആക്രമിച്ചവരാരായാലും നമ്മൾ അവരെ ആക്രമിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇത് ഹൂതികൾക്ക് മാത്രമല്ല, ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഇത്തരം നടപടികൾ യുദ്ധത്തിന്റെ ധാർമ്മിക നിയമങ്ങളെ പോലും ലംഘിക്കുന്നതാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. ഗാസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഹൂതികളുടെ ചെറുത്തുനിൽപ്പിനെ ഈ സംഭവത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനാവില്ല. 2023 ഒക്ടോബറിൽ ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹൂതികൾ പലസ്തീൻ ജനതയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ അവർ നടത്തിയ ആക്രമണങ്ങളും ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതും ഈ നിലപാടിന്റെ ഭാഗമാണ്. ഗാസയിലെ പലസ്തീനികളെ പിന്തുണയ്ക്കാൻ വേണ്ടിയായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഹൂതികൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഒരു ജനതയുടെ അവകാശങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർക്ക് പിന്തുണ നൽകാൻ ഹൂതികൾ സ്വീകരിക്കുന്ന നിലപാട് ഇസ്രയേലിന്റെ സൈനിക ഭീകരതയ്ക്കെതിരെ ഉയരുന്ന ഒരു ചെറുത്തുനിൽപ്പായി പലരും കാണുന്നുണ്ട്. അതേസമയം ഹൂതികളുടെ ഈ നീക്കങ്ങൾ ആഗോള വ്യാപാരത്തെ ബാധിച്ചുവെന്നതും ശരിയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നായ ചെങ്കടലിലെ ആക്രമണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വെല്ലുവിളികൾ ഉയർത്തി. എന്നാൽ ഈ നടപടികളെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയോടുള്ള ഹൂതികളുടെ പ്രതികരണമായി വേണം വിലയിരുത്താൻ. യമനിലെ ഇസ്രയേൽ ആക്രമണം ഒരു പുതിയ പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗാസ, വെസ്റ്റ് ബാങ്ക്, ഇസ്രയേൽ എന്നിവയിൽ മാത്രം ഒതുങ്ങി നിന്ന സംഘർഷങ്ങൾ ഇപ്പോൾ ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇത് മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് ഹൂതികളും ഇറാനും ആരോപിക്കുന്നു. മറുവശത്ത് ഇറാൻ ഹൂതികൾക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഈ സംഘർഷത്തിൽ പങ്കാളികളാകുന്നുണ്ട്. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധം നടക്കുന്ന യമൻ ഇതിനോടകം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധി നേരിടുകയാണ്. ഈ പുതിയ ആക്രമണങ്ങൾ യമനിലെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയും ചെയ്യും. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നാലെ ഹൂതികളെയും ഇല്ലാതാക്കി മേഖലയിലെ തങ്ങളുടെ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങളും ഇസ്രയേലിന്റെ തന്നെ സുരക്ഷയ്ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷകരമായി മാറിയേക്കാം. ഈ ആക്രമണങ്ങൾ ഹൂതികളെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനും പ്രേരിപ്പിക്കും. ഇത് കൂടുതൽ സംഘർഷങ്ങളിലേക്കായിരിക്കും നയിക്കുക. ഇസ്രയേലിന്റെ ഈ ആക്രമണത്തോട് ഹൂതികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ശക്തമായ പ്രത്യാക്രമണങ്ങളിലേക്കുള്ള സാധ്യതയും കൂടുതലാണ്. സമാധാനപരമായ ഒരു പരിഹാരത്തിന് പകരം ഇസ്രയേൽ കൂടുതൽ ആക്രമണത്തിന്റെ പാതയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുകയും സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു നീതിയുക്തമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ഏക മാർഗം. എന്നാൽ ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നയം അതിന് വിരുദ്ധമാണ്. മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും സംഘർഷം ലഘൂകരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു ദീർഘകാല സമാധാനത്തിന് സാധ്യതയില്ലെന്നും സൂചിപ്പിക്കുന്നു. ഈ സംഘർഷം മേഖലയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താതെ കൂടുതൽ വലിയ സംഘർഷങ്ങളിലേക്കും നയിച്ചേക്കാം.